സീറോ ബാങ്ക് ബാലൻസിൽ നിന്നും സ്വന്തമായൊരു വീട് പോലുമില്ലാതെ ഓഫീസിലെ സോഫയിൽ അന്തിയുറങ്ങിയിരുന്ന ഒരു ഭൂതകാലം. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പരിഹസിച്ചപ്പോഴും പതറാതെ പോരാടി. 2026 ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന നിലയിൽ മാത്രമല്ല, മനുഷ്യരാശിയെ ചൊവ്വയിലെത്തിക്കാൻ പ്രാപ്തിയുള്ള ഏക ദീർഘദർശിയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ റിയൽ അയൺ മാൻ ഇലോൺ മസ്കിനെ കുറിച്ചാണ്. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് ഇലോൺ റീവ് മസ്ക് ജനിക്കുന്നത്. ഇന്ന് നാം കാണുന്ന അത്ര ഗ്ലിറ്ററിംഗ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ കുട്ടിക്കാലം. മസ്കിന്റെ പിതാവ് എറോൾ മസ്ക് ഒരു എഞ്ചിനീയർ ആയിരുന്നുവെങ്കിലും മാനസികമായും ശാരീരികമായുമുള്ള അബ്യൂസ് മസ്കിന് തന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വീടിനുള്ളിലെ ഈ അവസ്ഥയ്ക്ക് പുറമെ സ്കൂളിലും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇൻട്രോവേർട്ട് ആയിരുന്ന മസ്ക് സഹപാഠികളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരയായിരുന്നു. ഒരിക്കൽ ക്രൂരമായ മർദ്ദനമേറ്റ് ബോധരഹിതനായ മസ്കിനെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരെ വന്നു. പിതാവിൽ നിന്നുള്ള അവഗണനയും സഹപാഠികളുടെ ഉപദ്രവവും അദ്ദേഹത്തെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടുവെങ്കിലും ആ ഏകാന്തതയാണ് പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള അടിത്തറയായത്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും മസ്ക് ഒരു ഒബ്സസീവ് റീഡർ ആയിരുന്നു. പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലോകം. 10ാം വയസ്സിൽ അദ്ദേഹം സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ സ്വന്തമാക്കുകയും വെറും 6 മാസത്തിനുള്ളിൽ സ്വയം പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയെന്നോണം വെറും 12ാം വയസ്സിൽ അദ്ദേഹം ബ്ലാസ്റ്റർ എന്നൊരു ഗെയിം നിർമ്മിക്കുകയും അത് $500 വിൽക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിലൂടെ ലോകം മാറ്റാൻ കഴിയുമെന്ന് അന്നേ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. 17ാം വയസ്സിൽ നിർബന്ധിത സൈനിക സേവനം ഒഴിവാക്കുന്നതിനായി അദ്ദേഹം കാനഡയിലേക്ക് കടന്നു. അവിടെ അതിജീവനത്തിനായി കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വന്ന മസ്ക് പലപ്പോഴും പണമില്ലാതെ പട്ടിണി കിടന്നു. എന്നാൽ തളരാതെ മുന്നോട്ട് നീങ്ങിയ അദ്ദേഹം ഉന്നത പഠനത്തിനായി അമേരിക്കയിലെ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും ഫിസിക്സിലും എക്കണോമിക്സിലും ബിരുദം നേടുകയും ചെയ്തു. 1995 സ്റ്റാൻഫോർഡിൽ PhDക്ക് ചേർന്നുവെങ്കിലും ലോകത്ത് അന്ന് വീശിയടിച്ച ഇന്റർനെറ്റ് വിപ്ലവം തിരിച്ചറിഞ്ഞ അദ്ദേഹം വെറും 2 ദിവസം കൊണ്ട് ആ പഠനം ഉപേക്ഷിച്ചു. ഇന്റർനെറ്റിന്റെ അപാരമായ സാധ്യതകൾ മനസ്സിലാക്കിയ മസ്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കാൻ ശ്രമിച്ചു. അന്ന് മുൻനിരയിൽ ഉണ്ടായിരുന്ന നെറ്റ്സ്കേപ്പ് എന്ന കമ്പനിയിൽ ജോലി തേടി അദ്ദേഹം ഒരുപാട് അലഞ്ഞു. അവിടെയുള്ളവരോട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഹി വാസ് ടു ഷൈ. ഒടുവിൽ ഒരിടത്തും ജോലി ലഭിക്കാതായപ്പോൾ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ സഹോദരൻ കിംബലുമായി ചേർന്ന് അദ്ദേഹം സിപ്പ്2 എന്ന സ്ഥാപനത്തിന് തുടക്കമിട്ടു. പകൽ മുഴുവൻ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയും രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് കോഡിംഗ് ചെയ്യുകയും ചെയ്തു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമായി 1999 ആ കമ്പനി $305 മില്യൺ വിൽക്കപ്പെട്ടു. അതോടെ മസ്ക് ഒരു മൾട്ടി മില്യണയറായി മാറി. എന്നാൽ മില്യണയർ ആയ ശേഷവും ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. പകരം അദ്ദേഹം തന്റെ അടുത്ത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. അതായിരുന്നു X.com. പിൽക്കാലത്ത് ലോകം മുഴുവൻ കീഴടക്കിയ പേപാലായി അത് മാറി. ഓൺലൈൻ പണമിടപാടുകൾ സാധ്യമാക്കിയ ഈ പ്ലാറ്റ്ഫോം 2002 eBay സ്വന്തമാക്കിയപ്പോൾ മസ്കിന്റെ വിഹിതമായി ലഭിച്ചത് $165 മില്യൺ ആയിരുന്നു. കയ്യിൽ ഇത്രയും വലിയൊരു തുക വന്നാൽ ആരും ഒരു സുരക്ഷിതമായ ആഡംബര ജീവിതം തിരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ ഇലോൺ മസ്ക് ആ തുക മുഴുവൻ വീണ്ടും വലിയൊരു റിസ്കിലേക്ക് നിക്ഷേപിച്ചു. മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുക എന്ന അസാധ്യ സ്വപ്നത്തിനായി അദ്ദേഹം സ്പേസ് എക്സ് സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് കാറുകളിലൂടെ ലോകത്തെ മാറ്റാൻ ടെസ്ലയിലും നിക്ഷേപം നടത്തി. എന്നാൽ 2008 അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വർഷമായിരുന്നു. മസ്ക് അതിനെ വിശേഷിപ്പിക്കുന്നത് ദ ഇയർ ഓഫ് ഹെൽ എന്നാണ്. സ്പേസ് എക്സ് നിക്ഷേപിച്ച ആദ്യ 3 റോക്കറ്റുകളും ആകാശത്ത് വെച്ച് തകർന്നു വീണു. ഓരോ പരാജയത്തിലും അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപയാണ് കത്തിയമർന്നത്. ഇപ്പുറത്ത് ടെസ്ലയാകട്ടെ പണമില്ലാത്തതിനാൽ കാർ നിർമ്മാണം പൂർണ്ണമായും പ്രതിസന്ധിയിലായി. തന്റെ പക്കൽ അവശേഷിച്ചിരുന്ന അവസാന തുക 2 കമ്പനികൾക്കുമായി അദ്ദേഹം വീതിച്ചു നൽകി. അതുകൂടി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ മസ്ക് എന്നേക്കുമായി തകർന്നു പോകുമായിരുന്നു. പക്ഷേ ചരിത്രം മറ്റൊന്നായിരുന്നു. 4ാമത്തെ ലോഞ്ച് ഒരു വൻ വിജയമായി മാറി. അന്ന് രാത്രി തന്നെ നാസ മസ്കിനെ വിളിച്ച് $1.6 ബില്യൺ കരാർ നൽകി. ആ ഒരൊറ്റ ഫോൺ കോൾ മസ്കിനെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിച്ച അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെയും രക്ഷിച്ചു.
2008 ആ കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ച മസ്കിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ട് വിജയങ്ങളുടെ ഒരു വൻ ജൈത്രയാത്രയായിരുന്നു നാം കണ്ടത്. ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് 2022 അദ്ദേഹം നടത്തിയ ഒരു നീക്കം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഏകദേശം $44 ബില്യൺ നൽകി സോഷ്യൽ മീഡിയ ഭീമനായ ട്വിറ്റർ അദ്ദേഹം സ്വന്തമാക്കി. കേവലം ഉടമസ്ഥാവകാശം മാറുക മാത്രമല്ല അവിടെ സംഭവിച്ചത്, അതിനെ എക്സ് എന്ന് റീബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്റെ ദീർഘകാല സ്വപ്നമായ ഒരു എവരിതിങ് ആപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നടന്നുകയറി. ഇന്ന് മസ്ക് വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, ലോകത്തിന്റെ ഓരോ ചലനങ്ങളെയും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസർ കൂടിയാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും തന്റെ വിപ്ലവാത്മകമായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ ഒരു കൊച്ചു ചിപ്പ് എന്ന ആശയവുമായി അദ്ദേഹം രംഗത്തെത്തി. പക്ഷാഘാതം വന്ന് തളർന്നു പോയവർക്ക് പോലും സ്വന്തം ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറുകളെയും ഫോണിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ന്യൂറാലിങ്ക് എന്ന പരീക്ഷണത്തിലൂടെ മനുഷ്യനും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാറ്റുകയാണ് ഇന്ന് ഇലോൺ മസ്ക്. സാങ്കേതിക വിദ്യയുടെ ഓരോ മേഖലയിലും മസ്കിന്റെ കയ്യൊപ്പുണ്ട്. ഇന്ന് ലോകത്തെ ഞെട്ടിച്ച ചാറ്റ്ജിപിടിയുടെ മാതൃകമ്പനിയായ ഓപ്പൺ എഐയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായിരുന്നു ഇലോൺ മസ്ക്. എഐ മനുഷ്യന് ഭീഷണിയാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അതിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം അവിടെയും അവസാനിച്ചില്ല. 2024 ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് സ്റ്റിയറിംഗും പെഡലുകളും ഇല്ലാത്ത സൈബർ ക്യാബ് എന്ന റോബോട്ട് ടാക്സി അദ്ദേഹം അവതരിപ്പിച്ചു. ഒപ്പം നമ്മുടെ വീട്ടുജോലികൾ മുതൽ സങ്കീർണമായ കാര്യങ്ങൾ വരെ ചെയ്യാൻ കഴിവുള്ള ഓപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളെയും അദ്ദേഹം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. യന്ത്രമനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്ന ആ കാലം ഇനി വിദൂരമല്ലെന്ന് മസ്ക് അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ 2026 എത്തി നിൽക്കുമ്പോൾ മസ്കിന്റെ കണ്ണുകൾ ആകാശത്തിനപ്പുറം ചൊവ്വയിലാണ്. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് എന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ചൊവ്വയിലേക്ക് ആദ്യത്തെ അൺമാൻഡ് പേടകം അയക്കാനുള്ള ചരിത്രപരമായ നീക്കത്തിലാണ് അദ്ദേഹം. ബിസിനസ്സിൽ മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടത്തിന്റെ ചെലവുകൾ ചുരുക്കാൻ ലക്ഷ്യമിടുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി കമ്മിറ്റിയുടെ തലവനായിക്കൊണ്ട് രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റെ നിർണായക സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം $788 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടും മസ്ക് ഇന്നും വിശ്രമമില്ലാതെ ഒരു ദിവസം 20 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ലാഭമുണ്ടാക്കാനുള്ള ബിസിനസ്സുകളല്ല, മറിച്ച് വരും തലമുറയുടെ ചരിത്രം മാറ്റിയെഴുതാനുള്ള പോരാട്ടമാണ്. ഇലോൺ മസ്കിന്റെ വിസ്മയിപ്പിക്കുന്ന ഈ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം, പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്യത്തിനായി പോരാടുക. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പരാജയം ഒരു ഓപ്ഷനാണ്, പക്ഷേ പിന്മാറുക എന്നത് ഒരിക്കലും ഒരു ഓപ്ഷനല്ല. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും ഉദിച്ചുയരുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നു.